ഹലോ ഗൈസ്, രാവിലെ എണീക്കുമ്പോഴേ ചൈനക്കാരെ പോലെ മുഖം ഇരിക്കുന്ന എനിക്ക് മാത്രമാണോ? അല്ലായിരിക്കും അല്ലേ. എണീക്കുമ്പോൾ വലത്ത് സൈഡിൽ നിന്ന് എണീക്കണം, എന്നാൽ ദിവസം നല്ലതായിരിക്കുന്നു. ആര് പറഞ്ഞു? ഇപ്പൊ ഞാൻ പറഞ്ഞു. എണീറ്റ് കഴിഞ്ഞാൽ കിടന്ന പുതപ്പൊക്കെ മടക്കി വെക്കണം. ഇത് ഞാനല്ല പറഞ്ഞത്, അത് അമ്മ പറഞ്ഞതാ. അത് ചെയ്തില്ലേ പോരാളിയുടെ ചൂലുകൊണ്ടുള്ള മുത്തം നമ്മളെ തേടിയെത്തും. എന്നാൽ നമുക്ക് ഇന്നൊരു പുട്ടിയടിക്കൽ വിത്ത് മീ കണ്ടാലോ? അതായത് ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഫസ്റ്റ് ആയിട്ട് വാസ്ലിന്റെ ഗ്ലൂട്ടാഹായ സെറമിൻ ലോഷനാണ്. അതങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂര്യേട്ടിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ ഡെർമോക്കോയുടെ ഒരു സൺസ്ക്രീൻ അങ്ങ് പരട്ടി കൊടുക്കും. പിന്നെ പണ്ടൊക്കെ ഇതൊക്കെ ആരെങ്കിലും തേക്കുമായിരുന്നോ? അതിലൊന്നും ഇപ്പൊ പ്രസക്തിയില്ല. ഇപ്പൊ ഇതൊക്കെ രാവിലെ പല്ല് തേക്കുന്ന പോലെയാണ് എല്ലാരും ചെയ്യുന്നത്. വേണ്ടവർക്ക് തേക്കാം, അല്ലാത്തവർ തേക്കണ്ട, അത്രേ ഉള്ളൂ. പല്ല് തേക്കുന്നതിന്റെ കാര്യമല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതാരാ? ഇത് നമ്മുടെ സ്ക്രിപ്റ്റ് ഇല്ലാത്ത ഒരാളാണല്ലോ. കണ്ണ് തെറ്റിയ ഈ തന്തപ്പൊടി ഫോണിന്റെ മുന്നില്. എന്താ ഇത്? ആർക്കറിയാം. അച്ഛന്റെ കോപ്രയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഈ ഇടുന്നത് മാർസിന്റെ ഹൈ കവറേജ് ഫൗണ്ടേഷൻ ആണ്. ഇത് ഇച്ചിരി ഇട്ട് ഒത്തിരി ഇങ്ങ് വരും. ഇത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. അത് കഴിഞ്ഞ് ടിൻഡർ ലിപ് ബാം ആണ് ഉപയോഗിക്കുന്നത്. അച്ഛൻ ക്യാമറ ഓഫ് ആക്കിയിട്ട് ഇടാന്ന് പറഞ്ഞത്. പിന്നെ അച്ഛന്റെ പ്രഹസനമൊക്കെ കഴിഞ്ഞ് അച്ഛൻ പോണു ഗൈസ്, എല്ലാവരും ഒരു ടാറ്റോ കൊടുത്തേക്ക്. കണ്ണെഴുതി എന്റെ കണ്ണടിച്ചു പോയെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ അല്ല കേട്ടോ, ക്യാമറയുടെ ഫോക്കസ് പോയതായിരുന്നു മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. അങ്ങനെ പുട്ടിയിടൽ എന്ന മഹായുദ്ധം അവിടെ അവസാനിച്ചിരിക്കുന്നു. പിന്നെ നമ്മുടെ സാരി കൂടെ ആയപ്പോ പൂർത്തിയായി. അരേ വാ, നമ്മളൊരു കല്യാണത്തിന് പോവാണ് ഗൈസ്. ഓക്കെ അല്ലേ? അപ്പൊ ടാറ്റാ.